ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരോട് ഞങ്ങൾ സംസാരിക്കാം. കമ്പനിയുടെ ലൈസൻസ് പുതുക്കാതിരുന്നത് ആ മാനേജറല്ലേ? അതിന് നീ എന്താ പഴിച്ചത്? പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയിന്ന് വെച്ച് അങ്കിളിനെ തൂക്കി കൊല്ലൊന്നുമില്ലല്ലോ. എങ്കിലും അച്ഛൻ കൊലക്കേസിൽ പ്രതിയായില്ലേ? അച്ഛൻ നടത്തണ്ടെന്ന് പറഞ്ഞ ചടങ്ങായത്. ഇപ്പൊ അച്ഛൻ എന്താ വിചാരിക്കുക? ഇതെല്ലാം എന്റെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണെന്നല്ലേ? അങ്ങനൊന്നും വിചാരിക്കില്ല. സച്ചേട്ടൻ എവിടെ? എനിക്കൊന്ന് കാണണം. നീ ഇപ്പൊ എങ്ങോട്ടും പോണ്ട, കുറച്ചേരം വിശ്രമിക്കും. ഇല്ല, എനിക്ക് സച്ചേട്ടനെ ഒന്ന് കാണണം. നിക്ക് സച്ചേ, ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. മോൾ ഇങ്ങനെ കിടന്ന് കരയല്ലേ? നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അത് നീ മറക്കരുത്. വയറ്റിലൊരു കുഞ്ഞ്? എനിക്ക് ഇനി ഒരു ആഘോഷം വേണ്ട, ഒരു ചടങ്ങും വേണ്ട. മോളെ, അച്ചു, മോളെ. എന്ത് സമാധാനിക്കാൻ? ഇതോടെ തീർന്നില്ല എല്ലാം. എന്തേ കാണിക്കുന്നേ? ഞാൻ പറയുന്നൊന്നും കേക്ക്. ഇനി നമ്മുടെ കുഞ്ഞിന്റെ പേരിൽ ഒരാഘോഷം വീട്ടിൽ വേണ്ട. അർച്ചന, എല്ലാ കുറ്റവും എന്റെ തലയിൽ വെച്ചോട്ടെ, ഞാൻ ഏറ്റെടുത്തോളാം. ഇനി എനിക്കൊന്നും വേണ്ട സച്ചേട്ടാ, മടുത്തു. എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത് സച്ചേട്ടാ? എന്തൊരു കഷ്ടം. ഭാര്യയും ഭർത്താവും കൂടെ ഇവിടെ ഇങ്ങനെ നിന്നേ കെട്ടിപ്പിടിച്ച് കരച്ചിൽ നാടകവും കളിച്ചോണ്ട് നിന്നോ. അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് എന്തേലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. താൻ കരയല്ലേ? അച്ഛനൊരു കുഴപ്പം വരില്ല. കുറച്ചേരം താൻ പോയി സമാധാനിട്ടിരിക്കേ. എന്താ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ആലോചിച്ച് ചെയ്യാം. വാ, താൻ വാ. ഇറങ്ങ പെട്ടെന്ന് ഇറക്കിക്കൊണ്ട് വാടോ അങ്ങോട്ട്. ആ ഇറങ്ങണോ? നിക്കണ്ട, നടക്ക്. എന്താ, എന്ത് പറ്റി? ഒരു തളർച്ച പോലെ. ഹോസ്പിറ്റൽ വല്ലതും പോണോ? വേണ്ട സാർ. എന്നാ വാ, നടക്ക് നടക്ക്. സാർ, ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ? ഇരിക്കെ. കുടിക്കാൻ വെള്ളം വല്ലതും വേണോ? എടോ സാർ, ഇയാൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്ക്. വെള്ളം കഴിച്ചു കൊടുക്ക്. ശരി സാർ.
കൊടുക്ക് സർ. എന്താ സച്ചേട്ടാ പുറത്ത് കുറച്ച് ആളുകൾ ബഹളം വെക്കുക. ആരിപ്പോ ഇവിടെ വന്ന് ബഹളം വെക്കാനായിട്ട്? കമ്പനിയിലെ തൊഴിലാളികളാണെന്ന് തോന്നുന്നു. വാ. പാവപ്പെട്ട 4 തൊഴിലാളികളാണ് മരിച്ചത്. അതിനിവർ സമാധാനം പറഞ്ഞേ പറ്റൂ. കമ്പനിയുടെ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ പോണം. പാവപ്പെട്ട തൊഴിലാളികളെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഇതിനകത്ത് ഒളിച്ചിരിക്കുകയാണല്ലേ. ഇതിനവര് സമാധാനം പറഞ്ഞേ പറ്റൂ. സച്ചേട്ടാ, നിങ്ങളിപ്പോ അങ്ങോട്ട് പോരുത്. അവരെന്തെങ്കിലും ചെയ്യും, അങ്ങോട്ട് പോകണ്ട. പാവപ്പെട്ട തൊഴിലാളികളെ കൊലയ്ക്ക് കൊടുത്തിട്ട് യവനൊക്കെ സൂചിച്ചിരിക്കുകയാണല്ലേ. ആ സേതുമാധവനെ ഇങ്ങോട്ട് ഇറക്കി വിട്. അയാൾ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. നമ്മുടെ തൊഴിലാളികളല്ലേ, അപ്പോ ഞാൻ സംസാരിക്കാം. എന്നാ പിന്നെ വേറെ മുതലാളി ഇറക്കി വിട്. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഞങ്ങൾ തള്ളി പൊട്ടിക്കും. ഫാക്ടറി ലൈസൻസ് ഒന്നും ഇല്ലാതെ പാവപ്പെട്ട തൊഴിലാളികളെ നിങ്ങൾ ചതിക്കായിരുന്നു. അതിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ. ഇറക്കി നിങ്ങളോട് പറഞ്ഞ മാറിയിക്കാൻ. നിർത്ത്. അവരോട് ഞങ്ങൾ സംസാരിക്കാം. തൊഴിലാളികളെ ചതിച്ചിട്ട് നീയൊക്കെ ഇനി എന്ത് സംസാരിക്കാൻ? ജാമ്യം കിട്ടാൻ ഒരു വഴിയുമില്ലാത്ത കേസാണ്. ലൈസൻസ് പുതുക്കാൻ ആ മാനേജറെ ഏൽപ്പിച്ചിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങളെ പോലുള്ള വലിയ വലിയ ആൾക്കാരെ ഇങ്ങനെ അശ്രദ്ധ കാണിക്കാവോ? പറ്റിപ്പോയി സർ. ഞാൻ ആ മാനേജരെ വിശ്വസിച്ചു. ഇപ്പൊ അവൻ മുങ്ങി, നിങ്ങൾ അകത്തുമായി. നിയമപരമായി നിങ്ങൾ മാത്രമാണ് ഇതിനെല്ലാം ഉത്തരവാദി. മാനേജര് നിങ്ങളുടെ വെറും ജോലിക്കാരനാ. ജാമ്യം കിട്ടുന്ന ഒരു പ്രതീക്ഷ പോലും വേണ്ട. എത്ര പേരാണ് ആ തീയിൽ വെന്ത് മരിച്ചെന്ന് അറിയാലോ. നിങ്ങൾക്ക് ഹാർട്ടിനെന്തോ പ്രോബ്ലം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ സർ. തൽക്കാലം ലോക്കപ്പ് ചെയ്യേ സർ. എന്നിട്ട് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിക്കോ. ശരി സർ. പോവാം. ഹലോ, എന്താടോ? എപ്പോ? ശരി, ഞങ്ങൾ ഉടനെ വരാം. നിങ്ങളുടെ വീട്ടിലെ തൊഴിലാളികളൊന്ന് പ്രശ്നം ഉണ്ടാക്കുക. ഞങ്ങളൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. ഇയാളെ ലോക്കപ്പ് ചെയ്തേക്കെ. സർ. ഡിവൈസ് വരുമ്പോ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ശരി സാർ. വാടോ. വാ.